അവരെ ചീഫിനെ വിളിച്ച് ഇതുപോലെ ഒരു കൊല നടന്നു, ഇന്ന സ്ഥലത്താണ്, ഇന്ന ഫ്ലാറ്റിലാണ്, ഇന്ന സമയത്താണ് ചീഫിനോട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത സീനിൽ മരിച്ച ലില്ലിയെ കാണിക്കുന്നുണ്ട്. അവളെ ആരോ ബ്രൂട്ടലായി കത്തിക്കൊണ്ട് കീറി മുറിച്ച് കൊന്നേക്കുക. അത് കഴിഞ്ഞ് ഫോറൻസിക്കുകാരൊന്നവിടെ പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അവിടെ നിന്ന് ഈ ഡ്രസ്സും ഹീറോയുടെ ഫിംഗർ പ്രിൻ്റൊക്കെ കിട്ടും. അത് കഴിഞ്ഞ് അടുത്ത സീനിൽ ഈ പോലീസിലെ ചീഫ് ഒന്ന് നോക്കുന്ന സമയം ഈ ഹീറോ നേരത്തെ തുടച്ച സ്ഥലത്ത് രക്തം കിടപ്പുണ്ട്. അപ്പോൾ അത് ആ ഫോറൻസിക്കാർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചീഫ് ഇത് കണ്ടിട്ട് നേരെ മരിച്ച ലില്ലിയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് കുറച്ച് നേരം ലില്ലി അങ്ങനെ നോക്കിയിരുന്നിട്ട് കയ്യിലൊരു ഗ്ലൗസ് എടുത്തിട്ട് അവിടെ മൊത്തം പരിശോധിക്കുന്നു. ഈ പരിശോധിക്കുന്ന സമയം ഹീറോ വലിക്കുന്ന ഇൻഹീലർ അവിടെ കിടക്കുന്നത് ചീഫ് കാണും. ചീഫ് ഇതെടുത്ത് എവിഡൻസ് ആക്കി എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത സീനിൽ നമ്മുടെ ചീഫ് തന്തപ്പടിയോട് അവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അതിന് ഈ തന്ത പറയുന്നു അവളുടെ അമ്മയും രണ്ടാനച്ഛനും പുറത്ത് ടൗണിലാണ് താമസം, ഇവിടെ ഈ പെണ്ണ് മാത്രമേ ഉള്ളൂ, അവളാണ് അവളുടെ തോന്നിയ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നതെന്ന് ഈ തന്തപ്പടി ചീഫിനോട് പറയും. അത് കഴിഞ്ഞ് ഈ മരിച്ച ലില്ലിയുടെ അമ്മയും രണ്ടാനച്ഛനും വന്ന് ചീഫിനോട് എന്താ പറ്റും, എൻ്റെ മോക്ക് എന്താ പറ്റുക, അവളൊന്ന് കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് കരയുന്നുണ്ട്. ബാക്കി കഥ മുഴുവനായിട്ട് നമ്മുടെ ചാനലുണ്ട്, എല്ലാവരും കയറി കാണൂട്ടോ.